മേഡം പോയി. നമ്മുടെ പ്ലാൻ ഒത്തില്ല എന്നെ. അപ്പൊ രാവിലെ ഇരുന്ന് കമ്പി വിളച്ചത് വെറുതെ ആയി. വളച്ചോണ്ടിരി ഒരു സൈഡിൽ ചെന്നിട്ട്. ഹലോ. ആ ശ്രേയ പറയേ. ഇന്ന് എന്താ ഉണ്ടായെന്നറിയാം മമ്മിക്ക്? എന്താ മോളെ? ഞാൻ പറഞ്ഞതും പ്രതീക്ഷിച്ചതുമായ കാര്യങ്ങൾ സംഭവിച്ചു. അരവിന്ദ് എന്നെ അവന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ? മോള് പറഞ്ഞിരുന്നു. അരവിന്ദ് എന്താ ചെയ്തേ? കവളില് ശൂലം തറച്ച് മുരുകന്റെ മുന്നില് കഠിന പ്രാർത്ഥനയില. അയ്യോ, അവനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മമ്മി, ഞാനത് കണ്ടപ്പോ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവനെ കൊണ്ട് ഞാൻ ഇനി എന്തൊക്കെ ചെയ്യിക്കുമെന്ന് മമ്മി കണ്ടോ? മോളെ, നീ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ആർക്കും സംശയം തോന്നാൻ പാടില്ല. മമ്മി പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നെ കരയിച്ച ആകാശിന്റെ കുടുംബത്തിന്റെ അടിവേരറുത്ത് ഓരോന്നിനെയും തല്ലിപ്പിരിച്ച് ആ കുടുംബം ചന്ന ഭിന്നമാക്കിയിരിക്കും. എന്റെ വാശിയും പകയും എല്ലാം ഓരോന്നായി വീട്ടിൽ തുടങ്ങി മമ്മി. ഇനി മമ്മിക്ക് കണ്ട് ആസ്വദിക്കാൻ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവാൻ പോവാ. സന്തോഷം മോളെ. ഓക്കെ മമ്മി, ബൈ. ഓക്കെ മോളെ. ശ്രേയ മാഡം വിരുന്നും ഹണിമൂണും ഒക്കെ കഴിഞ്ഞ് എത്തണമെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും. കളിച്ചോ. വാഗമണിലെ തണുപ്പ് ആസ്വദിച്ച് ചിലപ്പോ ഒരാഴ്ച കൂടി കഴിഞ്ഞേ വരൂ. എനിക്ക് നല്ല പേടിയുണ്ട്. മാഡം എപ്പോ വേണമെങ്കിലും എത്തുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഹണിമൂൺ നിർത്തി വരാനോ? ദിലീപ് സാറേ, ഒരു ഗെയിമിന് ഇരിക്കുന്നോ? എന്നെ വിട്ടേക്ക്. മേഡം വന്ന എല്ലാ കളിയും തീരും. മേഡം ഒന്നും വരത്തില്ല സാറേ. ഗുഡ് മോർണിംഗ് മേഡം. ദിലീപ് സാറേ, ചുമ്മാ പേടിപ്പിക്കല്ലേ. എന്താ? അയ്യോ യോ, ഇരിക്കും മേഡം.